മുന്നോട്ട് പോകുന്നതോറും ഇത് നമുക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ഏത് ലെവലിലാണ് പോകുന്നത്, ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാൻ പേടിയുള്ളതും ധൈര്യം ഇല്ലാത്തൊക്കെ കുറേ കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. ഒരു പെണ്ണിന് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ അതിലുണ്ട്. ഒരു സ്ത്രീ ചിന്തിക്കും കുറേ കാര്യങ്ങൾ. ഇത് എന്നെയും കൂടി കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മളെയും കൂടി പ്രതിപാദിക്കുന്ന വിഷയമല്ലേ എന്ന് ചിന്തിക്കും. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. അതായത് മുന്നോട്ട് പോകുന്നതോറും ഇത് നമുക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ഏത് ലെവലിലാണ് പോകുന്നത്, എങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. പക്ഷേ ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും. അല്ല, അതിനങ്ങനെ കോൺട്രവേഴ്സികൾ ഒരു സാധനം ഞാൻ അതിൽ കണ്ടില്ല, ഒരു രീതിയിലും കണ്ടില്ല. പടത്തിന് മുന്നെയാണ് ഈ കോൺട്രവേഴ്സീസ് എല്ലാം ഉണ്ടായത്. പക്ഷേ ഇനി പടം റിലീസായി പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിലപ്പോൾ പലർക്കും അക്സെപ്റ്റബിൾ ആയെന്ന് വരില്ല. പടത്തിൽ പറയുന്ന പല കാര്യങ്ങളും. അപ്പോൾ ഇനിയൊരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലല്ല, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പേര് കണക്ക് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പറഞ്ഞു വയ്ക്കുന്നതും ഇവിടെ നടന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സാധാരണ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ചോദിക്കാൻ പേടിയുള്ളതും ധൈര്യം ഇല്ലാത്തൊക്കെ കുറേ കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവർ ധൈര്യത്തോടുകൂടി പറയുന്നുണ്ട്. അറിയില്ല അതിനി എന്തെങ്കിലും കോൺട്രവേഴ്സി ആവോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. ഇനി അത് വലിയ സംസാര വിഷയമാവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും വിവാദമാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ സിനിമ ഇപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടു ഇറങ്ങിയ സമയത്ത് പേരിൽ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടായെങ്കിലും അതൊരു കാര്യമില്ലാത്ത കാര്യമായിരുന്നു. ശരിക്കുള്ളൊരു സംസ്ഥാന സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടതിൽ. തിയേറ്ററിൽ ഒരു വൺ ടൈം എനിക്ക് അത്രേ തോന്നുള്ളൂ. അങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ആ ഒരു ത്രെഡ് എനിക്കിഷ്ടമായി. കാരണം അതിൽ ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു പെണ്ണിന് ഇപ്പോൾ ഒരു സാധാരണ ബാക്കിയൊക്കെ പോട്ടെ, റോഡും ബാക്കി എല്ലാം വിട്ടിട്ട് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു കേരളത്തിലാണ്ട് പോട്ടെ, എവിടെയാണെങ്കിലും ശരി, ഇപ്പോൾ പുറത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് എത്തുന്നവരെ ഒരു പെണ്ണിന് ഒന്ന് യൂറിൻ പാസ് ചെയ്യാനെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ അതിലുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒരു വുമൺ എന്നുള്ള രീതിയിൽ, ഒരു പെണ്ണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾക്ക് ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യും സാധാരണ രീതിയിൽ ഒരു എന്ന് വെച്ചാൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീ ചിന്തിക്കും കുറേ കാര്യങ്ങൾ. ഇത് എന്നെയും കൂടി കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മളെയും കൂടി പ്രതിപാദിക്കുന്ന വിഷയമല്ലേ എന്ന് ചിന്തിക്കും. അത്രയുള്ള എനിക്കതിൽ കൂടുതലൊന്നും പറയില്ല. പെർഫോമൻസ് വൈസ് എല്ലാവരും ഇഷ്ടപ്പെട്ടു.